ഹായ് ഫ്രണ്ട്സ്, MTT വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന വർക്ക് മാച്ച് ദി ഫോളോയിങ് വർക്കാണ്. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടികളുടെ ശ്രദ്ധ പ്രത്യേകം നാം ചെയ്യുന്ന വർക്കിലേക്ക് കേന്ദ്രീകരിക്കാനും ചെയ്യുന്ന വർക്കുകൾ ഉത്തരങ്ങൾ അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനും ഓരോ വർക്കുകൾ ചെയ്യാൻ അവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവാനൊക്കെ ഇത് ഉപകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് A4 ഷീറ്റിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു കാർഡ്ബോർഡാണ്. സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു A4 ഷീറ്റ് അതിലൂടെ കടന്നു പോകാൻ പാകത്തിന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് വർക്കുകൾ മാറ്റി മാറ്റി കൊടുക്കാൻ കഴിയില്ല. ഇതാവുമ്പോൾ A4 ഷീറ്റ് ഓരോ വർക്കിന് സമയത്ത് മാറ്റി മാറ്റി നമുക്ക് കൊടുക്കാൻ കഴിയും. ഒരു A4 ഷീറ്റ് ആകുമ്പോൾ ഒരു 5 കോളത്തിനുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതിലേക്ക് നമുക്കൊരു സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അതിന് വേണ്ടി ഒരു അടയാളപ്പെടുത്തുക. അല്പം നീളം കൂടിയ സ്ക്രൂ ആണെങ്കിൽ പിൻ ചെയ്യുന്ന സമയത്തിൽ ക്ലിപ്പ് വെക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അങ്ങനെ ഇരുവശങ്ങളിലും 5 സ്ക്രൂകളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗത്ത് 3 LED RGB LEDകളാണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികളുടെ ശ്രദ്ധ ഒന്നുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് RGB കൊടുത്തത്. 3 LEDകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റിക്ക് ഉണ്ടാക്കണം. പഴയ പേനയുടെ ഒഴിവാക്കി അതിലൊരു മുട്ട് സൂചി കൊടുത്തിട്ട് നമുക്ക് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. ശരിയായ ഉത്തരം നമുക്ക് ആദ്യം തന്നെ ബാക്ക് ഭാഗത്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ, സർക്യൂട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 5 ഒരുപോലത്തെ ഏകദേശം A4 ഷീറ്റിൻ്റെ ഒരു തലക്കെന്ന് മറ്റു തലക്കെത്തുന്ന രീതിയിലുള്ള ഒരു 5 വയറുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ട് 2 ഭാഗത്തും ഒരു പിന്ന് കൊടുക്കാം. പിന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ക്രൂവിലേക്ക് പിൻ ചെയ്ത് വെക്കാനാണ്. ഓരോ കറക്റ്റ് ശരിയായ ഉത്തരം വരുന്ന സമയത്ത് നമുക്ക് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പമുണ്ട്. 9 വോൾട്ട് ബാറ്ററിയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 3 LED കൊടുക്കുന്നത്. 9 വോൾട്ട് ബാറ്ററി ആകുമ്പോൾ മിനിമം 3 LED കൊടുക്കണം, അല്ലെങ്കിൽ LED കത്തിപ്പോവും. ഇനി കണക്ഷൻ എങ്ങനെ കൊടുക്കുന്നത് നോക്കാം. മാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കിൻ്റെ ഒരു തലഭാഗം LED നെഗറ്റീവിലേക്ക് കൊടുക്കാം. ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് മറ്റേ സ്റ്റിക്കിൻ്റെ ഒരു ഭാഗത്തേക്കും കൊടുക്കാം. ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് ബൾബിൻ്റെ പോസിറ്റീവിലേക്ക് നേരിട്ട് കൊടുക്കാം. നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ലൈറ്റ് കത്തുന്നത്.
കണക്ഷനൊന്നും വേറിട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ശരി ഉത്തരം നേരത്തെ തന്നെ ബോർഡിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് നാം ചെയ്യുന്ന മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സൈഡിൽ വെക്കുക, ബോർഡ് കമിഴ്ത്തി വെക്കുക. എന്നിട്ട് അതുപോലെ നേരെ തിരിച്ചാണ് വരിക. തൊട്ടടുത്തുള്ള സ്ക്രൂവിലേക്കല്ല കറക്റ്റ് വരിക, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അത് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ആ പേപ്പർ മാറ്റിയിട്ട് മറ്റൊന്ന് വെച്ച് നോക്കിയിട്ട് നേരത്തെ സെറ്റ് ചെയ്തത് മാറ്റിയിട്ട് പുതിയത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ നോക്കി മനസ്സിലാക്കാം.